രതീഷ് മുങ്ങൽ വിദഗ്ധനാണ്, ഇത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളാണ്. രതീഷിന് ഈ ദൗത്യങ്ങൾ കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇറങ്ങുന്നു, അവർ ഈ ദൗത്യം ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നു. പക്ഷെ അപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ പ്രത്യേകതകൾ, ഒഴുക്ക്, മറ്റു കാര്യങ്ങൾ, പിന്നെ ഈ കൃത്യമായി ഈ ബോട്ട് ഈ ലോറി അവിടെ ഉണ്ടോ എന്നറിയാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട്, സിഗ്നലുകളുടെ സ്കാറ്റേഡ് ആയിട്ടുള്ള സിഗ്നലുകൾ വലിയ പ്രശ്നമാണ്. 4 പോയിന്റുകൾ കണ്ടെത്തുന്നു, അത് കുഴിക്കുക, അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിന് പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷൻ എന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും തോന്നിയിരുന്നോ ഈ ദൗത്യം ഇത്രയും ദിവസമായി കാണുമ്പോൾ? ഒരു മുങ്ങൽ വിദഗ്ധൻ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡൈവറിനെ അവിടെ അതിനകത്ത് ഉള്ളിലേക്ക് വിട്ട് ഇനി ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം ഇപ്പൊ നമുക്ക് ഈ ഇത്രയും ഒരു ഒഴുക്ക് 3 നോട്ട് 6.8 നോട്ട് ഒക്കെ നിൽക്കുന്ന സമയത്ത് പോസിബിൾ അല്ല. അപ്പം നമ്മളിങ്ങനെ അത് നീട്ടിക്കൊണ്ട് പോകുന്നതിനെക്കാട്ടി നല്ലത്, നേരത്തെ ഇപ്പം സാർ നമ്മുടെ ഇന്ദ്രബാലൻ സാർ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട്. ജങ്കാറിനകത്ത് JCB ഘടിപ്പിച്ചിട്ട് നമുക്ക് അതിനെ ആഴത്തിലേക്ക് ഇറക്കി ഓരോ സ്ഥലവും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് ഒരു ഡൈവർ ഇറങ്ങാതെ തന്നെ അത്രയും ഡീപ്പിൽ പോകുന്ന അത്രയും നീളമുള്ള, ഇപ്പം നമ്മൾ കരയിൽ തന്നെ ഉണ്ട് സംഭവം, അതേപോലുള്ള JCBകൾ ജങ്കാർ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അവിടെയെല്ലാം നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡൈവർ ഇറങ്ങാതെ തന്നെ നമുക്ക് അത് ചെല്ലുമ്പോൾ അതിനകത്ത് അവിടെ ഈ ലോഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് പാറ കഷ്ണമാണെന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. ഒന്ന്. രണ്ടാമത് എനിക്ക് പറയാന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ ഒരു ലാൻഡ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ലാൻഡിന്റെ തൊട്ടടുത്താണ് ഈ 4ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവിടെ ഈ പറയുന്ന ലാൻഡിനകത്ത് ഇതേപോലെ ഒരു നീളം കൂടിയ ഒരു JCB ആ ലാൻഡിൽ നിർത്തിക്കൊണ്ട് ആ ഒരു 4 ചുറ്റും ഒന്ന് കറങ്ങി, ഇപ്പൊ ഈ പറയുന്ന മുങ്ങൽ വെച്ചിട്ട് മുങ്ങിയ സ്ഥലത്തൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരാൾ മുങ്ങാതെ തന്നെ അതിന്റെ താഴെ പോയി നമുക്ക് ഇങ്ങനെയുള്ള ലോഹകഷ്ണങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ട്രക്ക് അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ സാധിക്കുമെന്ന് എന്റെ ഒരു അറിവിൽ പറയാം. നിരവധി നമ്മുടെ ഇവിടെ കേരളത്തിന്റെ ഒരു ജലാശയങ്ങളുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേലിയിറക്കങ്ങളൊക്കെ നമുക്ക് ഡിഫൻസിനകത്ത് നമ്മൾ ഈ പറയുന്ന പല രക്ഷാപ്രവർത്തനത്തിൽ പോകുന്ന സമയത്ത് ഈ ഒഴുക്കിനെയൊക്കെ നമുക്ക് അത് സാധ്യമായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇത്രത്തോളം ഇത്ര കിലോമീറ്ററോളം കടൽ അടുത്തുണ്ടായിട്ട് പോലും ഈ ശക്തമായ മഴയിൽ ഈ മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന കുത്തൊഴുകിൽ വരുന്ന അത്രയും കറണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഒരു ദുരന്തം നമുക്കില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കരയിലും വെള്ളത്തിലും ഒരുപോലെ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഒരു പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ഇത്ര സാധ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോൾ അന്ന് ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇപ്പൊ പറയുന്ന പോലെ വൈകാരികമായിട്ട് നമ്മൾ പറയുമ്പോഴും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർമാർക്കോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാമെന്നാണ് പറയുക. ഞാൻ ആരെയും കുറ്റം പറയില്ല, കാര്യം ഇതിനകത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി നമ്മള് പക്ഷെ ആദ്യഘട്ടത്തിലുണ്ടായ പ്രശ്നം ഇതാണ്, ഈ വലിയ ശക്തമായ മഴ, മോശമായ കാലാവസ്ഥ. ഈ പറഞ്ഞ പോലെ നേരത്തെയും ഇതിലും ശക്തമായ കുത്തൊഴുക്ക്, അടിയൊഴുക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഈ തുടക്ക സമയത്തും ഒക്കെ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത മിനിസ്റ്റർ പറയുകയായിരുന്നു, മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്ഥലത്ത് ഈ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്, അവിടെ അധികം വീടുകളൊന്നുമില്ല. അപ്പൊ ഈ അപകടത്തെക്കുറിച്ച് പോലും പുറം ലോകം അറിയാൻ അല്പം സമയമെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എനിക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. അതെ, അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ഈ കുത്തൊഴുക്ക് സംഭവിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ പറയുന്ന നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് സ്ഥലത്തും ഒരേപോലെ നമ്മൾ ഈ വർക്ക് ചെയ്തെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രയും മെഷീനറീസ് ഇല്ലെങ്കിൽ ഇത്രയും കാര്യക്ഷമമായ ആ പ്രവർത്തനം ആ സമയങ്ങളിൽ തുടങ്ങിയെങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഇപ്പൊ തന്നെ 12 ദിവസമായി. അപ്പം ആ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആദ്യത്തെ 1, 2, 3 ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അത് എല്ലാവരും ഒരേപോലെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഒഴുക്കിന്റെ ഒരു ശക്തിയുടെ ഒരു സംഭവം പറയുന്നത്, നമ്മൾ ആറന്മുള ജലോത്സവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വള്ളസദ്യയിൽ ഒരു വള്ളം പറഞ്ഞ് 2 പേരും മരണപ്പെട്ടിട്ട് ഞങ്ങളുടെ സ്കൂബ ടീം പോയാണ് അവിടെ സെർച്ച് ചെയ്തത്. പക്ഷെ 2 ദിവസം ഞങ്ങൾ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ നോക്കിയിട്ടും ചെങ്ങന്നൂരിൽ നിന്നാണ് നമുക്ക് അവരുടെ ബോഡി റിക്കവർ ചെയ്തത്. ഏത് കാര്യം പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മളിങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്റർ നമ്മൾ അത് നോക്കാതെ അതിനപ്പുറത്ത് എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ സഹായങ്ങൾ വേണ്ടി വരും. കാര്യം വെച്ചാൽ ഇപ്പൊ തൊട്ടപ്പുറത്ത് കടലാന്ന് പറയുന്നത്, ആ കടലിന്റെ ഭാഗത്ത് നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണുകയോ അല്ലെങ്കിൽ തടി ഒഴുകി പോയ സ്ഥലങ്ങളിൽ അവിടെ എല്ലാം നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് സാധ്യമായ കാര്യങ്ങളെല്ലാം ഇനി ഒന്നും മാറ്റിവെക്കാനല്ല, ഇപ്പൊ അടുത്ത ദിവസത്തേക്കെന്നല്ല, ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. കാര്യം കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവരുടെ അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചിട്ട് ദിനം പ്രതി എല്ലാ ദിവസവും ദൈവം ഇന്ന് വിട്ടുപോയി നാളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പം
തീർച്ചയായും അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ MLA വരെ നേവി പോലും അനുമതി കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവിടുത്തെ പ്രാദേശിക ഒരു ഡൈവിംഗ് ടീമിനെ തന്നെ ഇറക്കി അവിടെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. തീർച്ചയായും തിരിച്ചു വരാം. ഇപ്പോൾ